പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള 10ാമത്തെ സന്ദേശമാണിത്. കുടുംബജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ഈശോയെക്കുറിച്ച് ഇന്ന് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ധ്യാനിക്കുന്നു. ഈശോ ആണ് ഓരോ മക്കളുടെയും മാതൃക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യം. പിന്നെ അവൻ ഈശോ അവരോടൊപ്പം നസ്രത്തിൽ ചെന്ന് അവർക്ക് വിധേയനായിട്ട് ജീവിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. യേശുവിൻ്റെ ജീവിതകാലം 30 വയസ്സുവരെ നമുക്കറിയാം മാതാപിതാക്കളോട് ഒപ്പമായിരുന്നു. ഈശോയുടെ പരസ്യ ജീവിതകാലം 3 വർഷം മാത്രമായിരുന്നു. അപ്പോൾ ഈ 30 വർഷക്കാലവും യേശു മാതാപിതാക്കളോട് കൂടെ തന്നെ അവരുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ അവരോടൊപ്പമായിരുന്നു എന്നുള്ള ഒരു ചരിത്രമാണ് ഈശോയെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ആ വലിയ മാതൃക നമ്മുടെ ഇക്കാലഘട്ടത്തിലെ ഓരോ മക്കളും സ്വീകരിക്കേണ്ടതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെ ഈശോയെക്കുറിച്ചുള്ള ഒരു രൂപരേഖ തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ തുടങ്ങുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും അത് കാര്യമായി പരിഗണിക്കാതെ പാപമൊഴികെ മറ്റെല്ലാത്തിലും അവിടുന്ന് മനുഷ്യനായി ജീവിച്ചു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി എല്ലാത്തിനും മേലെ അവനെ ആക്കിയെന്ന്. നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ യുവതി യുവാക്കൾ, നമ്മുടെ മക്കൾ, നമ്മൾ ഓരോരുത്തരും ഈശോയെ പോലെ ആ വലിയ രീതിയിൽ ജീവിക്കേണ്ടതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 അവസാന സമയത്ത് പോലും തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാന് പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, പരിശുദ്ധ അമ്മയ്ക്ക് യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. ഓരോ മാതാപിതാക്കളോടും മക്കൾക്കുള്ള കടമയെക്കുറിച്ച് ഈശോ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് പ്രസ്തുത തിരുവചനങ്ങളിലൂടെ. മാതാപിതാക്കളോടുള്ള കടമ ഒരിക്കലും മറക്കാതെ ഓരോ മക്കളും ആയിരിക്കേണ്ടതിന്, ജീവിക്കേണ്ടതിന് ഈശോയുടെ മാതൃക തന്നെ നമുക്ക് അനുദിന ജീവിതത്തിൽ സ്വീകരിക്കാം. എല്ലാ മക്കളെയും, എല്ലാ മാതാപിതാക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.